നമസ്കാരം. ഇന്ത്യയിൽ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ആം ആദ്മി പാർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, രാഷ്ട്രീയം കച്ചവടമല്ലെന്നും ഓരോ പൗരന്റെയും ജീവിതമാണെന്നുള്ള തിരിച്ചറിവിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഓരോ പൗരനും ആത്മാഭിമാനത്തോടെ ഈ മണ്ണിൽ ജീവിക്കുവാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് ആം ആദ്മി പാർട്ടി. ഭരണത്തിലിരിക്കുന്ന ഒരാളുടെയും കുടുംബ സ്വത്ത് വിറ്റ് രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതില്ല. മറിച്ച് രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന നികുതി പണം അടിച്ചു മാറ്റാതിരുന്നാൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ പണമുള്ളവനോ പണമില്ലാത്തവനോ എന്ന വേർതിരിവില്ലാതെ ഓരോ പൗരന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളവും വൈദ്യുതിയും ചികിത്സയും വിദ്യാഭ്യാസവും ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും ഓരോ പൗരനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടും പൊതുസ്ഥലങ്ങളും പൊതുസ്ഥാപനങ്ങളും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടും ഘട്ടം ഘട്ടമായി ലോകത്തെ നമ്പർ 1 രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യം. അതിന് ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുവാനും സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ നൽകുവാനും രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാത്തരം അഴിമതിക്കാരെയും ഗുണ്ട സംഘങ്ങളെയും മാഫിയകളെയും ഉന്മൂലനം ചെയ്യേണ്ടത് ജനാധിപത്യ രാജ്യത്തിന്റെ കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിഞ്ഞ് നിയമവിരുദ്ധ പ്രവർത്തകരെ രാജ്യത്തു നിന്നും ഉന്മൂലനം ചെയ്യുക വഴി മാത്രമേ മേൽപ്പറഞ്ഞ 7 ആവശ്യങ്ങൾ ഓരോ പൗരനും ലഭ്യമാക്കുവാനും അതിലൂടെ മാത്രമേ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നിവർന്നു നിൽക്കാൻ ആത്മവിശ്വാസമുള്ള ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ജനതയെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയൂ എന്ന് രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ തുല്യനീതി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആം ആദ്മി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.